മനുവിന് പരാതി കൊടുക്കാൻ പറ്റില്ല, അന്വേഷിപ്പിക്കാൻ പറ്റില്ല. എടോ, സബ് കളക്ടർ എന്ന പദവി തനിക്ക് വലുതായി തോന്നും. എനിക്ക് പക്ഷെ നിത്യേനുള്ള ഇടപെടലിൽ മനസ്സിലായ ഒരു കാര്യം, ഈ പദവി ഒന്നുമല്ല. എന്നേക്കാളും സ്വാധീനം ഞാൻ ഫൈറ്റ് ചെയ്ത് നോക്കും ജ്യോതി, എന്നെ കൊണ്ട് കഴിയുന്നതുവരെ. ഏറ്റവും വിചിത്രമായ സംഗതി, കളക്ടർ പോലും എൻ്റെ എതിരാളികളുടെ കൂടെയാണ്. റവന്യൂ മിനിസ്റ്ററുടെ മുന്നിൽ എൻ്റെ പേരിൽ വന്ന ക്രെഡിബിലിറ്റി അദ്ദേഹത്തെയും അസ്വസ്ഥനാക്കുന്നുണ്ട്. എനിക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനൊന്നും അറിഞ്ഞൂടാ, പക്ഷെ മനു സൂക്ഷിക്കണം. എതിരെ നിൽക്കുന്നവരുടെ ബലം കൂടുതലാണ്. ചിലപ്പോൾ പെട്ടുപോകാം, നടപടികൾ ഉണ്ടാകാം. ഇത്രയും ചെറുപ്പത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ഒരു നടപടിക്ക് വിധേയനാകുക എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള യാത്ര പ്രശ്നമായിരിക്കും. വാ പോകാം. ജെആറിന്റെ നിർദ്ദേശം ഹരിയും കുട്ടരും അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും സംഭവിക്കില്ല ജെആർ. ഹരി ആയാലും സുജാത ആയാലും അഭിമാനികളാ. എല്ലാം നശിച്ചാലും പാതാളത്തിലേക്ക് താഴേണ്ടി വന്നാലും അവരാ അഭിമാനം ഉയർത്തിപ്പിടിക്കും. എനിക്കവരെ കുറച്ചു കാലത്ത് പരിചയമുള്ളൂ, പക്ഷേ അവരുടെ ഉള്ളിലൊരു സ്പാർക്കുണ്ട്. അത് വ്യക്തമായി ഞാൻ തിരിച്ചറിഞ്ഞതാ. അവരെ ഒരിക്കലും ഞാൻ കുറച്ച് കണ്ടിട്ടില്ല. ഉത്തര പറഞ്ഞ് ശരിയാ. അഭിമാനബോധം തിളച്ചു മറിയുന്നവരാണ് അവരല്ല. പക്ഷേ ഈ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സ്വാമി കൊണ്ടുപോയ പ്ലാൻ വരച്ചിരിക്കുന്നത് ജെആർ. നടക്കാത്ത ഒരു പ്ലാനും ജെആർ വരയ്ക്കാറില്ല. അത് നടക്കൂത്തര. എനിക്കൊട്ടും വിശ്വാസമില്ല. റിസൾട്ടുമായിട്ട് സ്വാമി വരട്ടെ. യു ജസ്റ്റ് വെയിറ്റ്. അപ്പൊ തനിക്ക് കാണാം ജെആറിന്റെ മായാജാലം. തൽക്കാലം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പോണം. ഇക്കാര്യത്തിൽ ജെആർ വിജയിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരും, ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. ഓക്കെ ഓക്കെ. ഐ തിങ്ക് സ്വാമി ഇപ്പം അയാളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ദിവസം മതി അവന് നമ്മളെ തെരുവിലിറക്കി നിർത്താൻ. അതുകൊണ്ട് അത് വേണ്ട മോനെ. ഏതെങ്കിലും ഒരുത്തൻ വന്ന് നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ. അല്ല, നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് പുറത്തു നിന്നൊരാള്. എന്ത് സ്വസ്ഥമായ ജീവിതം? ചിലപ്പം എല്ലാം ഒന്നിച്ചങ്ങ് അവസാനിക്കുമായിരിക്കും. ഇതുകൂടി അങ്ങ് സഹിക്കാൻ നമുക്ക്, അല്ലേ രാമകൃഷ്ണേട്ടാ? അതെ, ജെആറിന്റെ അവസാനത്തെ വിജയമായിട്ട് എടാ മക്കളെ, നീ ഇതും കൂടെ വിളിച്ചു പറ. ഏതായാലും ഇവരെ കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാൻ വയ്യ. ഞാൻ പറയാം. ഉത്തര ചെറിയൊരു സംശയം പ്രകടിപ്പിച്ചു സ്വാമി. നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവില്ലെന്ന് സ്വാമിക്ക് എന്തു തോന്നുന്നു? കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
ഐ ആം വെയിറ്റിംഗ് ഫോർ ദെയർ കോൾ. ഹലോ ഹരി, ആ ഓക്കെ ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിളിച്ചത്. അവരോക്കെ ആണല്ലേ? അങ്ങനെ ആയിരിക്കണമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും സ്വാമി. അങ്ങനെ ഒരിക്കൽ കൂടി ഹരിയുടെയും കൂടെയുള്ളവരുടെയും പത്തി താഴ്ന്നു. ജയാറിന് തെറ്റിയില്ല. നോ, പ്ലാൻ വരച്ചത് ഞാനാണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്തത് താനാ. തന്റെ സംസാരം, ആരെയും വീഴ്ത്തുന്ന ശൈലി, പാവങ്ങൾ അതിലാ വീണുപോയത്. ഞാൻ വാങ്ങിക്കുന്ന ശമ്പളത്തിന് പണിയെടുക്കണ്ടേ ജയ? സ്വാമിയുടെ ജോലിയൊക്കെ കൃത്യമാണ് സ്വാമി. വെറുതെയാണോ സ്വാമി ഞാൻ JR എന്ന കമ്പനിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അതേ പ്രാധാന്യത്തോടെ സ്വാമിയെക്കുറിച്ച് ചിന്തിച്ചത്? വമ്പൻ മുതലാളിമാരുടെ കച്ചേരിക്ക് കാവൽ നിൽക്കാന്ന് പറഞ്ഞ കുറച്ച് ത്രില്ലുള്ള കാര്യമാ.